ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം കാര്യം മനസ്സിലായി ഉണ്ടാവുമല്ലോ, ബാസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ്റെ വലിയ ആഗ്രഹമാണ് കേട്ടോ. അവൻ്റെ നമ്മളെ ഈ ചുറ്റുവട്ടത്തുള്ള ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കുറേ അയൽവാസികളുണ്ട്, എല്ലാവരും നല്ല അയൽവാസികളാണെന്നുള്ള. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സാണ് ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാവരും. അപ്പോൾ അവർക്കെല്ലാം ഒരു പാർട്ടി കൊടുക്കണം എന്നുള്ളത് പറഞ്ഞപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ അതിൻ്റെ പണിയാണ് ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് ബാസി പറഞ്ഞത് ഗ്രിൽഡ് ചിക്കൻ വേണമെന്നാണ്. അപ്പോൾ അവരെന്നെ ചെയ്യുമെന്ന് പറഞ്ഞ്, അപ്പം ഗ്രില്ല് ചെയ്യാനുള്ള എല്ലാതും അവരെന്നെ ചെയ്യും. അപ്പോൾ ഉമ്മ മസാല വെച്ച് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 12 കുട്ടികളുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു 3 ചിക്കൻ വാങ്ങിക്കാനാണ് പറഞ്ഞയച്ചത്. പക്ഷേ ഇവർക്ക് കിട്ടിയ ചിക്കൻ എന്ന് പറയുന്നത് നാട്ടിലാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന വെയിറ്റിലുള്ള ചിക്കൻ കിട്ടൂല. അപ്പോൾ ഒരു ചിക്കന് 2,600 ഒരു വലിയൊരു ചിക്കനും 2 ചെറുതും 1,200 2 വാങ്ങിച്ചത്. അപ്പം മൊത്തം 3 ചിക്കനേ ഉള്ളൂ. പക്ഷേ വെയിറ്റ് ആണെങ്കിൽ 5 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു 5 കിലോ ചിക്കനാണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ വലിയ പീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒറ്റയടിക്ക് ഗ്രില്ല് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യണ ഒരു മെത്തേഡും കൂടിയാണ് ഇപ്പോൾ ഇന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതെങ്ങനെയാണ് ഇത്രയും വലിയ ചിക്കൻ വേവിച്ചെടുക്കുക എന്നുള്ള. അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വലിയ 2 ടേബിൾ സ്പൂൺ ആയിരിക്കണം. എൻ്റെ കയ്യിലുള്ളത് നല്ല വലിയ സ്പൂണാണ്. പിന്നെ വേണ്ടത് അതേപോലെ തന്നെ ഇഞ്ചി അരച്ചതും അതും വലിയൊരു 2 ടേബിൾ സ്പൂൺ. മെഷറിംഗ് സ്പൂണിൽ അളക്കാണെങ്കിലുള്ള സ്പൂണാണ് ഞാൻ പറയുന്നത്. 2 ടേബിൾ സ്പൂൺ നിങ്ങൾ അളന്നെടുത്താൽ മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഇട്ടത്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടിയൊക്കെ ഞാനിങ്ങനെ സുമാർ ഇടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റ് വേണ്ടിയ ആൾക്കാർക്ക് ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ടാവും ഈ ഒരു മുളക് പൊടി എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു ടീസ്പൂൺ മതി കേട്ടോ. മഞ്ഞൾ അധികം വേണ്ട, ഒരു ടീസ്പൂൺ. പിന്നെ ഞാനിവിടെ ഇടുന്നത് നമ്മളെ കുമ്മിൻ പൗഡർ, നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 5 ടീസ്പൂണാണ് ഞാനിപ്പം നല്ല ജീരകത്തിൻ്റെ പൊടി ഇടുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ ഫ്ലേവർ വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കസൂരി മേത്തി. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ എപ്പോഴും കവറിൽ കാണുന്നതെന്ന് വെച്ചാൽ കുറേശ്ശെ ഞാൻ ജിദ്ദയിൽ അവിടെയുള്ളത് ഇങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ കവറിലാക്കി വെച്ചത്. അതൊരു 2 ടേബിൾ സ്പൂണാണ് കസൂരി മേത്തി ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ലേശം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ചിക്കനിലേക്ക് പിടിച്ച് കിട്ടണമെങ്കിൽ കുറച്ച് നല്ലോണം ഉപ്പ് വേണം. എന്നാലാണ് ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പ് പിടിക്കുക. പിന്നെ വേണ്ടത് ഒരു 3 വലിയ സൈസുള്ള ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞ് വെച്ചതാണ്. ഏകദേശം ഒരു 1/4 കപ്പ് ഉണ്ടാവും അതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനി വെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെള്ളം അങ്ങനെ കുറേശ്ശെ ചേർത്ത് നോക്കിയിട്ട് നിങ്ങൾ നോക്കുക മിക്സ് ചെയ്തിട്ട് എത്ര വേണമെന്നുള്ളത്. അപ്പോൾ ഒരു ലൂസായിട്ടുള്ളൊരു ബാറ്റർ പോലെയാണ് ആക്കിയെടുക്കേണ്ടത്. വല്ലാണ്ടങ്ങ് കട്ടിയായി പോകാൻ പാടില്ല. കട്ടിയായിട്ട് മസാല തേച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പിടിക്കാൻ പ്രയാസമാണ്. അപ്പോൾ കുറച്ചൊരു ലൂസിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഏത് ലൂസിലാണ് ഞാനിപ്പോൾ ഇത് കലക്കണമെന്നുള്ളത്. അപ്പോൾ അതാ നല്ലോണം കലക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, കുറച്ചൊരു ലൂസാണ്, വല്ലാണ്ട് അങ്ങ് കട്ടിയല്ല. ഇനിയിപ്പോൾ ഞാൻ വേറൊരു വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ 1-2 ടേബിൾ സ്പൂണ് മസാല ഇട്ടിട്ട് ഓരോ പീസ് എടുത്തിട്ട് അതിൽ നല്ലോണം തേക്കുക. ഒറ്റയടിക്ക് നിങ്ങൾ എല്ലാ മസാലയിലേക്കും കൂടെ എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഓരോ ഭാഗത്തും ആയി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇതിപ്പോൾ 5 കിലോ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ ടേബിൾ സ്പൂൺ ഇങ്ങനെ മസാല എടുത്താൽ മതി. എന്നിട്ട് ഓരോരോ പീസിലേക്ക് ഇങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഉള്ളിലൊക്കെ നല്ലോണം ആവുന്ന രീതിയിൽ നല്ലോണം മസാല തേക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, ഒരു പീസ് ഇപ്പോൾ ഞാൻ തേച്ചിട്ടുണ്ട്. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഈ ചിക്കൻ മൊത്തം കൊള്ളുന്ന അത്രയും വലിയ സൈസുള്ളൊരു പാത്രം എടുത്ത് വെക്കുക. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതൊന്നും ഇങ്ങനെ എല്ലാം തേച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാ പീസും ഇതേപോലെ തന്നെ തേച്ചെടുക്കുക കേട്ടോ. ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിനിമം ഒരു 6 മണിക്കൂർ, ഏറ്റവും മിനിമമാണ് 6 മണിക്കൂർ. 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 8 മണിക്കൂറാണ് വെക്കാൻ വേണ്ടി പോണത്. മിനിമം ഒരു 6 മണിക്കൂർ വെക്കണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇത് രാവിലെ തന്നെ ചെയ്ത് വെക്കുകയാണ്. ഇന്ന് രാത്രിയാണ് എൻ്റെ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുമ്പോൾ ഇപ്പം മരിവായി ഞാനിപ്പോൾ നിസ്കരിച്ച് വന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതാണ് ഇതിനുള്ള കുബൂസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ മെഷറിംഗ് കപ്പൊക്കെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള വലിയ കപ്പാണ്. അങ്ങനത്തെ ഒരു 3.5 കപ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഏകദേശം മെഷറിംഗ് കപ്പ് പറയുകയാണെങ്കിൽ ഒരു 5 കപ്പ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് പഞ്ചസാര. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അത് 1 ടേബിൾ സ്പൂണാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഈ പൊടികളൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക.
നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്തിട്ട് ഇത് കുഴയ്ക്കാൻ വേണ്ടി പോണത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല ഹാർഡായിട്ടല്ല വേണ്ടിയത്, കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു കുബൂസ് എന്ന് പറയുന്നത് ഏത് കുബൂസാണെന്നറിയോ? നമ്മൾ നാട്ടിലത്തെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന കുബൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് തടിയാണ് ഉണ്ടാവുക, എന്നാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു വെറുതെ കഴിക്കാനൊക്കെ പറ്റും. ഒരു ലൈറ്റ് മധുരം ഉണ്ടാവും, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു തടിച്ച കുബൂസില്ലേ, ആ കുബൂസാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിപ്പോൾ കണ്ട അങ്ങനെ ഒരു ഒട്ടുന്ന പാകത്തിലാണ് ഈ ഒരു പൊടി ഉള്ളത്. ഇങ്ങനെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. ഇതിലും കൂടുതൽ നിങ്ങൾ ടൈറ്റാക്കി എടുക്കരുത്, അപ്പോൾ ഞാൻ പറയുന്ന സോഫ്റ്റ് കുബൂസ് ആവില്ല. അപ്പോൾ അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. ഇപ്പോൾ ഇങ്ങനെ കണ്ടില്ല, അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു സ്റ്റിക്കി ആയിരിക്കും ഈ ഒരു പാകത്തിൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലിന് പകരം ബട്ടറും ചേർക്കട്ടോ, പക്ഷേ ഓയിലാണ് കുബൂസിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരിക. ഓയിൽ ഒഴിച്ചാൽ മതി. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മാവിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. കുഴക്കല്ല, അതിൻ്റെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗത്ത് നന്നായിട്ട് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നന്നായിട്ട് ഓയിലൊന്ന് നല്ലോണം ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് മൂടി വെച്ചിട്ട് ഒരു മിനിമം 1 മണിക്കൂർ എന്തായാലും വെക്കണം. പിന്നെ 2 മണിക്കൂറിൻ്റെ മേലെ വെക്കാനും പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ചിക്കനാണ്. ചിക്കന് ഞാൻ പറഞ്ഞല്ലോ 8 മണിക്കൂർ വെച്ചിട്ടുള്ള ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണിത്. നല്ല തണുപ്പിലാണ് ഇപ്പോൾ ഈ ഒരു ചിക്കൻ ഉള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വലിയ ചിക്കൻ ആയതുകൊണ്ട് ഇത് ഡയറക്റ്റ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോയാൽ ഇത് വെന്ത് കിട്ടൂല. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പകുതി വേവ് ഞാൻ ഓവനിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓവൻ്റെ ട്രയൽ ഗ്രില്ല് ചെയ്യാനുള്ള ട്രയൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഓയിലൊന്ന് എല്ലായിടത്തും പരട്ടി കൊടുക്കുക. ഇതെന്തിനാണ് ഈ ഓയിൽ ഒഴിക്കണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് ഗ്രില്ലാവുന്ന സമയത്ത് ഇതിങ്ങനെ അടിയിൽ ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ടാണ് കരിഞ്ഞ പോലെ ആവും. അപ്പോൾ അത് ഇന്ന് കഴുകിയെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഓയിലൊന്ന് അടിയിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഈ ചിക്കൻ വെക്കുകയാണെങ്കിൽ അങ്ങനെ കരിഞ്ഞ് പിടിക്കില്ല. എളുപ്പത്തിൽ ഈ ട്രേ വൃത്തിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ട്രിപ്പിലേക്കുള്ള ചിക്കനാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പാണ്. ഇതിന് നമുക്ക് ഇതുണ്ടോ രണ്ടാമത്തെ ബാക്കിയുണ്ട്, അതവിടെ മാറ്റിയേക്കുക. ഇതിന് നമുക്ക് ഓവനിലേക്ക് വെച്ചിട്ട് ഒരു പകുതി വേവ് ആക്കിയെടുക്കുക. അപ്പോൾ ഞാനിത് ഓവനിലേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണിത്. 250 ഡിഗ്രിയിൽ ഒരു അരമണിക്കൂർ കേട്ടോ, 30 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യണമെങ്കിൽ എനിക്ക് 1 മണിക്കൂറിൻ്റെ മേലെ വേണം കേട്ടോ. ഒരു 1.25 മണിക്കൂറൊക്കെ എടുക്കും ഇത് ഫുള്ള് വെന്ത് കിട്ടണമെങ്കിൽ. ഞാനിപ്പോൾ അരമണിക്കൂറേ ഇത് വേവിക്കുന്നുള്ളൂ. അപ്പോൾ അത് അരമണിക്കൂർ ഞാൻ ഓവനിൽ വേവിച്ചെടുത്ത ചിക്കനാണിത്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഫുള്ള് വെന്തതാണോ? ഫുള്ള് വെന്തില്ല കേട്ടോ. ഇതിൻ്റെ മേലെ ഉള്ള ഭാഗം ആ ചൂടുകൊണ്ടൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആയിരുന്നേ ഉള്ളൂ. ഉള്ളു പച്ചയാണ്. ഇതിപ്പോൾ തിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉള്ളു ഫുള്ള് പച്ച തന്നെയാണ്. ഒരു അര വേവേ ഇതിനായിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടാണ് ഇത് വേവിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ സ്റ്റോക്ക് കണ്ടോ, വെള്ളം അത് ഒഴിവാക്കരുത്. അത് നമ്മൾ സോസിന് വേണ്ടി എടുക്കാനുള്ളതാണ്. അപ്പോൾ ആ വെള്ളം അങ്ങനെ തന്നെ വെക്കുക. ഇനി ആ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ അടുത്ത ട്രിപ്പ് ചിക്കൻ വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള ചിക്കനും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് വലിയ ട്രേ ആണ്, ഒരുപാട് ചിക്കൻ ഇതിൽ കൊള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തേച്ച പാത്രത്തിൽ ഈ ഒരു മസാല ബാക്കി ഉണ്ടാവും കുറച്ച്. ആ ഒരു ചിക്കന് തേച്ച അതിപ്പോൾ കണ്ടോ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് വടിച്ച് ഒഴിച്ച് കൊടുക്കുക. കാരണം ഈ സിറപ്പ് നമുക്ക് വേണം. ഇത് സിറപ്പല്ല, ഇതിൻ്റെ ഗ്രേവി നമുക്ക് വേണം സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മസാലകൾ ഒഴിവാക്കരുത്, ഫുള്ളായിട്ട് അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഇതും ഇനി നമ്മൾ ഇതേപോലെ തന്നെ 250 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ഞാൻ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവാണ് കുബൂസിൻ്റെ. അതിപ്പോൾ കണ്ടോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഒരു സ്റ്റിക്കി പാകത്തിൽ കുഴച്ചതുകൊണ്ടാണ് ഈ ഓട്ട കാണുന്നത് കേട്ടോ. നന്നായിട്ട് പൊന്തിയതാണ്. ഇത് നല്ല സോഫ്റ്റാണ് ഈ ഒരു പൊടി എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടോ. അപ്പോൾ ആ ഒരു എയറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ പുറത്ത് പുരട്ടിയ ആ ഒരു ഓയിലും ഇല്ല, ആ ഓയിലൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്താൽ ഇത് പിന്നെ നമ്മളൊരു സ്റ്റിക്കി പരുവത്തിലാണ് വരിക. അതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇത് പൊട്ടൂല, കാരണം ഇതിൻ്റെ മേലെ ഓയിലുള്ളതുകൊണ്ട് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും. എന്നിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഉരുട്ടി വെക്കാനൊന്നും നിൽക്കണ്ട, കാരണം ആവശ്യത്തിനുള്ള ഓരോന്ന് ഉരുട്ടിയാൽ മതി. കാരണം ഇത് ഇങ്ങനെ ഒട്ടിക്കളിക്കും. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് പൊടിയിട്ടിട്ട് ടൈറ്റാക്കാൻ പോകരുതേ, അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് ഞാനിപ്പോൾ പല വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടിയിട്ടിട്ട് ഓരോ ഉരുള എടുക്കുക. ഒരു ചപ്പാത്തിനെക്കാട്ടും കുറച്ചും കൂടെ തടിയുള്ള ഉരുളയാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ എളുപ്പമാണ്, കാരണം കുറച്ച് ലൂസുള്ള മാവുമാണ്. പിന്നെ ഈസ്റ്റൊക്കെ ഇട്ട മാവായതുകൊണ്ട് തന്നെ പരത്താൻ എളുപ്പമാണ് കേട്ടോ. വേഗം പരത്തിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് തടിയിലാണ് പരത്തേണ്ടത്, ഭയങ്കര നൈസായിട്ടല്ല പരത്തേണ്ടത്, കുറച്ച് തടിയിൽ. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് പരത്തിയിട്ട് കാണിച്ചു തരാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കുബൂസ് എന്ന് പറയുന്നത് ഭയങ്കര നൈസായിട്ടാണ് ഉണ്ടാക്കുക. എല്ലാ തരത്തിലുള്ള കുബൂസ് ഉണ്ട് കേട്ടോ. കുബൂസ് ഒരു തരത്തിലൊന്നല്ല, ഒരുപാട് തരത്തിലുള്ള കുബൂസുകളുണ്ട്. അപ്പോൾ ഇതിപ്പം കുറച്ച് തടിയുള്ള ടൈപ്പ് കുബൂസാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ കണ്ട ഈ ഒരു തടിയിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയത്. എന്നിട്ട് ഇത് പേപ്പറിലേക്ക് വെക്കുക. എന്നിട്ട് ഇതിപ്പം തന്നെ ചൂടാൻ നിൽക്കരുത്.
ഒരു 10 പരത്തി വെക്കുക. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം വെച്ചത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. അതാണ് ആദ്യം ചുട്ടെടുക്കേണ്ടത്. കാരണം അത് പരത്തുമ്പോഴത്തേക്ക് ആദ്യം വെച്ചത് കുറച്ചൊന്ന് ഇങ്ങനെ പഫ് ചെയ്ത് വന്നിട്ടുണ്ടാകും, കുറച്ചൊന്ന് തടിയായി വന്നിട്ടുണ്ടാകും, വീർത്ത് വരും. അപ്പോൾ അതാണ് ആദ്യം ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ എന്താ പറയുക, ഇത് പരത്തി വെച്ചിട്ടൊരു 10 മിനിറ്റ് വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ചൂടായ കല്ലിലേക്ക് ഇട്ടിട്ട് ഇത് സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ ഈ ഒരു കുബൂസ് ചുട്ടെടുക്കുക. അപ്പോൾ ഈ കുബൂസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രില്ല് ചിക്കനും അതേപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു തടിയുള്ള കുബൂസാണ് നല്ല കോമ്പിനേഷൻ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേങ്കിൽ നമ്മൾ ഷവർമ്മയൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ ഷവർമ്മക്ക് നേരിയ ടൈപ്പുള്ള കുബൂസാണ് അതിന് നല്ലത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് തരത്തിലുള്ള കുബൂസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഏതാണ് മാച്ച് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ കുബൂസ് ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു ഗ്രില്ല് ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള കുബൂസ് ഉണ്ടാക്കിയത്. ഇത് നല്ല സോഫ്റ്റാണ്, ഞാൻ ചുട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അടിപൊളിയാണ് കേട്ടോ, ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നല്ല ഇത് ഇവിടെ നാട്ടിലെ ബേക്കറിയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന നല്ല തടിയുള്ള കുബൂസാണ്. ഇപ്പം ഗൾഫിലൊക്കെ ആണെങ്കിൽ യമനി റൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. നല്ല കുബൂസാണ്, യമനി റൊട്ടിയല്ല, യമനി കുബൂസ്. അപ്പോൾ ഇതാ ഫസ്റ്റത്തത് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പരത്തിയതിനെക്കാട്ടിലും എത്ര തടി വന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര കുറച്ച് തടിയിലാണ് ഉണ്ടാവുക, നല്ല സോഫ്റ്റാണ്. ഇനിയിപ്പോൾ അടുത്തത് ഇതേപോലെ തന്നെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചുടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ബാക്കി ചിക്കനും ഇവിടെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സോസ് നമ്മൾ കളയരുത്, അത് നമ്മൾ വേറൊരു ചെമ്പിലേക്ക് മാറ്റിയെടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് വടിച്ചെടുക്കുക. ആ ഒരു സിറപ്പില്ലേ അതിൻ്റെ, പിന്നെ ഞാൻ സിറപ്പ് എന്നാണ് പറഞ്ഞു പോണത്. ആ ഒരു ഗ്രേവി നമ്മൾ നല്ലോണം വടിച്ചെടുക്കുക. വടിച്ചെടുത്തിട്ട് ആ പാത്രത്തിൽ അതൊന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മീറ്റ് സോസാണത്, അടിപൊളിയാണ്. ഈ ഒരു ചിക്കൻ്റെ കൂടെ അതുപോലെ തന്നെ കുബൂസൊക്കെ ഇതിൽ കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അതങ്ങ് തിളപ്പിച്ച് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അടിപൊളി സോസും ഇവിടെ റെഡിയായി. അപ്പോൾ അതാ മൊത്തം ഞാനത് ചെമ്പിലേക്ക് മാറ്റി. ഇനി ഇതിൻ്റെ മേലെ കാണുന്ന ഈ ഒരു ഓയിലുണ്ടല്ലോ, ഈ ഓയിൽ എന്ന് പറയുന്നത് നമ്മളെ ചിക്കനിന്ന് വന്നിട്ടുള്ള ഓയിൽ നമ്മൾ ഒഴിച്ചത് ആകെ 2 ടേബിൾ സ്പൂണേ ഉള്ളൂ. എന്നിട്ട് ആ ഒരു ഓയിലാണ്, അതും അവിടെ മാറ്റി വെക്കണേ. ഇപ്പോൾ അതാ കുബൂസ് ഞാൻ ഫുള്ള് ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, അടിപൊളി കുബൂസാണ്, നല്ല സോഫ്റ്റാണ്. ഇതിങ്ങനെ ഞാൻ മടക്കിയിട്ട് കാണിച്ചു തരാം. സൂപ്പർ സോഫ്റ്റാണ്. അതുപോലെ തന്നെ വെറുതെ കഴിക്കാനൊക്കെ പറ്റും. നമ്മൾ സാധാരണ ഒരു ബന്നൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാവും, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കുബൂസാണത്. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുബൂസ് ഞാൻ വേണമെങ്കിൽ ഒന്ന് മുറിച്ചിട്ടും കാണിച്ചു തരാം. ചെറുത് നല്ല ചൂടോടുകൂടി ഇപ്പം ചുട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല ചൂടുണ്ട്, ആവി പറക്കണ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ ഉള്ളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു ബന്നിൻ്റെ ഒരു ഭാഗത്തിലൊക്കെയാണ് ഉണ്ടാകും അത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കുബൂസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഉണ്ടാക്കിയാൽ മതി, എന്നാൽ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കുബൂസ് മൊത്തം ഞാനിവിടെ ചുട്ട് വെച്ചതാണ്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല ഇത് ഇങ്ങനത്തെ ടൈപ്പിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതാ ബാസിൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും എത്തി തുടങ്ങി. അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവർക്ക് വന്നപാട് കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോഴി ചൂടാൻ വേണ്ടി പോണത്. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചത് ഇതെല്ലാം നമ്മളെ നെയ്ബേഴ്സ് തന്നെയാണ് കേട്ടോ, നമ്മളെ ചുറ്റുവട്ടത്തുള്ള. എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടം, എല്ലാവരും ഭയങ്കര ഒത്തൊരുമാണ്, നല്ല ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ അവിടെയുള്ള കുറേ കുട്ടികളാണ്, അവൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവനങ്ങനെ പ്രായമൊന്നും ഇല്ല കേട്ടോ, ചെറിയവരും വലിയവരും ഒക്കെ ഉണ്ട്. എല്ലാവരുമായിട്ട് നല്ല കമ്പനി. ഞാൻ പറഞ്ഞില്ലേ, ഇവനാണ് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്. അവൻ്റെ രാവിലെ എണീച്ച് കളി തുടങ്ങും. ഒന്നുകിൽ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. അധിക ദിവസം ഈ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് പോകും. അങ്ങനെയാണ്, ഭയങ്കര കളിയാണ് കുട്ടികളുമായിട്ട്. പിന്നെ ഈ വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിൻ്റെ ആങ്ങളുടെ മോനാണ്, മിത്തുവാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പരിപാടിക്കായിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ അവരെ ഈ ഒരു വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അത് ഗ്രില്ല് ചെയ്യാനുള്ള ഇഷ്ടിക ഇതൊക്കെ ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോട് ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ ചിരട്ടയൊക്കെ ഒന്ന് ഫുള്ള് കത്തിക്കഴിഞ്ഞാൽ വിളിച്ചോ, അന്നേരം ഞാൻ വന്ന് വെച്ചുതരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഓരോ ചിരട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ കത്തിക്കുന്നത്. ഇഷ്ടംപോലെ ചിരട്ട ഉണ്ട് ഇവിടെ. ഇപ്പോൾ ചിരട്ട ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഗ്രില്ലുണ്ടാക്കുമ്പോൾ ഈ കനൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന കനലിനെക്കാട്ടും ചൂട് കൂടുക ഈ ഒരു ചിരട്ടക്കാണ് കേട്ടോ. ചിരട്ട കത്തിച്ചാൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ നല്ലതാണ് ചിരട്ട കത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് ചിരട്ടാണ് ഇപ്പോൾ വെച്ച് കൊടുത്തത്. അത് ഫുള്ളൊന്ന് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പകുതി വേവിച്ച് വെച്ച ചിക്കൻ ആയതുകൊണ്ട് ബാക്കി പകുതി നമ്മൾ നോക്കേണ്ടിയുള്ളൂ. അപ്പോൾ അത് ഗ്രില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും എൻ്റേതല്ല കേട്ടോ, ഗ്രില്ലൊക്കെ ഇവരെ കുട്ടികളെ തന്നെയാണിത്, കൊണ്ടേ തന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇനി ഓരോന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വെന്തതാന്ന് വിചാരിക്കും, വന്നിട്ടില്ല. ഇതിപ്പോൾ മൊത്തത്തിൽ വെന്ത് കിട്ടാനൊക്കെ 2 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. ഒരു 1-2 മണിക്കൂർ എന്തായാലും വേണം, 2 മണിക്കൂറൊക്കെ എന്തായാലും വേണം. 2 ട്രിപ്പായിട്ട് വെക്കണമല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ വെച്ചിട്ട് ഇതിങ്ങനെ അപ്പുറം തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതൊരു ട്രിപ്പിലേക്കുള്ള ഫുള്ള് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മൂടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ചിരട്ട ഫുള്ളായിട്ട് കത്തി കഴിയുകയും വേണം, എന്നിട്ടാണ് നമ്മളിത് വെക്കുക. തീ ഇങ്ങനെ പാളി കത്താൻ പാടില്ല കേട്ടോ.
അപ്പോൾ ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ആ ഒരു ചിരട്ടയൊക്കെ ഒന്ന് കത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല കനലായിന്, ഞാൻ കാണിച്ചു തരാം. നല്ല കനലായി കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂട് ഭയങ്കര ചൂടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇഷ്ടികയാണ് അപ്പുറം ഇപ്പുറമൊക്കെ വെച്ച് കൊടുത്തത്. അപ്പോൾ നല്ല ചൂടാണ് ഉണ്ടാവുക. അപ്പോൾ നല്ലോണം ആയി കിട്ടും. ഉള്ളൊക്കെ വെന്ത് കിട്ടാനൊക്കെ നല്ലതാണ് ഈ ഒരു ചിരട്ട കത്തിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് കണ്ടല്ലോ, കണ്ടില്ല, നല്ല കനലാണ് അടിയിലുള്ളത്. അപ്പോൾ 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചിട്ട് 1 മണിക്കൂർ വേണം ഒരു ട്രിപ്പായി കിട്ടണമെങ്കിൽ. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചില്ല, ആ ഒരു ട്രെയിലുള്ള നമ്മൾ സോസും ഇങ്ങോട്ടേക്ക് വെച്ചപ്പോൾ അതിൽ മേലെ ഊറി നിന്ന ആ ഒരു ഓയിലില്ലേ, അത് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി എടുത്തതാണ്. അത് ഇതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ടേസ്റ്റും കൂടും, പിന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാനൊക്കെ നല്ലതാണ് ഈ ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്താൽ. ഈ ഓയിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു ചിക്കൻ്റെ നെയ്യ് ഉരുകി വന്നിട്ടുള്ള ഓയിലാണിത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഒഴിച്ച് കൊടുത്താൽ. അപ്പോൾ 2 ഭാഗത്തും ഇങ്ങനെ ആ ഓയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഫസ്റ്റത്തെ ട്രിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. അതിപ്പോൾ ഞാനിനി വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനിപ്പോൾ അതിന് വെന്തത് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ പരിപാടിയൊക്കെ കഴിക്കുമ്പോൾ ഒക്കെ നല്ലതാണ്. ഇങ്ങനെ ഈ ഒരു പ്രത്യേക അനുഭവമല്ലേ അല്ലേ, ഇങ്ങനെ ചുട്ടെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പാർട്ടി ടൈം തുടങ്ങി. അപ്പം ഞാനിപ്പോൾ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു അതും ചിക്കനും കുബൂസ്, പിന്നെ ഗാർലിക് സോസ്, പിന്നെ മീറ്റ് സോസ്, കെച്ചപ്പ്. ഇപ്പോൾ ഈ ഒരു ഗാർലിക് സോസ് ഞാൻ എൻ്റെ ലിയാന മംഗലാപുരത്തേക്ക് പോയി എന്ന് പറഞ്ഞ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പാൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഗാർലിക് സോസാണത്. അത് ഞാനന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നത് പിന്നെ ഉൾപ്പെടുത്താണ്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 വീഡിയോൻ്റെ മുന്നാണ് ഞാനിപ്പോൾ അത് കാണിച്ചത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുക്കാണ്ടുന്നത്. പിന്നെ ഓനിപ്പോൾ പെപ്സി വാങ്ങിച്ച് വന്നതാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഓനൊന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതാ തമ്പത്തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിലിടാ ഇരുന്നോ, എല്ലാവരും ഇരുന്നോ. ആരാ കാത്തുക്കണ നിങ്ങള്? ചെറുത് കഴുകി വെച്ചതാ. ആ ചെറിയ 2 കസാല എടുത്തോ. അപ്പോൾ അതാ ഈ കുട്ടികളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. എല്ലാം എൻ്റെ നെയ്ബേഴ്സ് തന്നെയാണ്. എൻ്റെ കുടുംബം ഉണ്ട്, അല്ലാണ്ട് ഓൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലാണ്ട് ഓൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അവൻ്റെ കളിക്കാൻ മാത്രം വരുന്ന ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ആണിത്. ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇനിയും കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും ആൾക്കാരാണ് ഇപ്പം വന്നത്. ഇവിടെ രാത്രി ലേറ്റ് ആയില്ല. അപ്പോൾ തൊട്ടരിയെ തന്നെ ആയതുകൊണ്ടൊന്നും വരാനൊന്നും പ്രയാസമൊന്നുമില്ല. നടക്കണ ദൂരമല്ലേ ഉള്ളൂ. അപ്പുറം ഇപ്പുറമൊക്കെയാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാവരും കഴിക്കാൻ തുടങ്ങി. കുട്ടികളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ കഴിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ, ഞാനിത് വാങ്ങിച്ചതാണ്, സേവറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കാരണം കേക്ക് ഉണ്ടാക്കണമെങ്കിൽ എല്ലാ സാധനവും വാങ്ങിക്കണം. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിക്കാൻ നിന്നില്ല. ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ട് അതിങ്ങ് വാങ്ങിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു കേക്കാണ് ഇപ്പോൾ ഓന് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ, സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത് ലിയാനൻ്റെ വക ഓനുള്ള ഗിഫ്റ്റാണ് കേട്ടോ. ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ലിയാൻ താത്ത വാങ്ങിക്കൊടുത്തതാണ്. Happy birthday to you. Happy birthday to you. Happy birthday Silvasi. Happy birthday to you. എല്ലാവർക്കും കൊടുക്കാനോ? മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുവാനേ പീസ് എല്ലാവരും. അതാ അങ്ങനെ തന്നെ ചെറിയ ചെറിയ പീസ് മുറിച്ചെടുത്തോ. അച്ചി കൊടുത്താ വാസി മുറിച്ചു കൊടുക്കുവാനേ?